ഏതു മണ്ണിലും നടാമെന്നതാണ് ചീരയുടെ ഗുണം. അധികം താഴ്ചയില്ലാതെ വേണം മണ്ണ് കിളയ്ക്കുവാൻ. ഒഴിക്കുന്ന വെള്ളവും കൊടുക്കുന്ന വളവും അടിയിലേക്ക് ഒഴുകിപ്പോകാതിരിക്കുവാനാണ് മണ്ണ് അധികം കിളച്ചു മറിക്കാതെ സൂക്ഷിക്കുന്നത്. 2 ഇഞ്ച് മാത്രം താഴ്ച മതി. കിളച്ച് കാനകോരി അതിൽ വളമിടുകയാണ് ആദ്യം ചെയ്യുക. കോഴിക്കാഷ്ടമാണ് അടിവളമായി പ്രയോഗിക്കുന്നത്. ഉണക്കിപ്പൊടിയാക്കിയ ഈ വളം തൂവിക്കൊടുക്കുകയാണ് ചെയ്യുക. മണ്ണ് നന്നായി ഇളക്കി വളവുമായി കൂട്ടിച്ചേർക്കുന്നു. മുകളിൽ വിത്തു പാകിയതിനു ശേഷം നേരിയ തോതിൽ മൂടത്തക്ക വിധം മണ്ണ് വിതറിക്കൊടുക്കുകയാണ് അടുത്ത പണി. ഈ വിത്ത് മുളയ്ക്കുന്നത് വരെ ദിവസേന 2 നേരം ജലസേചനം നടത്തും. നാലാം ദിവസം ചെറു കുരുന്നുകൾ തലപൊക്കി തുടങ്ങും. മുളച്ചു കഴിയുമ്പോഴും ചെറിയ അളവിൽ വളപ്രയോഗമുണ്ട്. കോഴിക്കാഷ്ടം തന്നെ സ്പ്രേ ചെയ്താണ് ഈ മേൽവളപ്രയോഗം സാധ്യമാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മണ്ണിളക്കി കൊടുക്കേണ്ട പൊതുരീതി ചീരയ്ക്ക് തീരെ വേണ്ടതില്ല. 20 ദിവസമാവുമ്പോഴേക്കും 4 ഇഞ്ച് പൊക്കമുണ്ടാവും ഈ തൈകൾക്ക്. നോക്കിയിരിക്കെയാണ് ചീരച്ചെടികൾ വളരുന്നത്. ഒരു ദിവസം 2 ഇഞ്ച് വരെ വളരും. 1 മാസം തികഞ്ഞ് വിളവെടുക്കാറാകുമ്പോഴേക്കും 18 ഇഞ്ച് വരെ പൊക്കമാവും സാധാരണ ഉണ്ടാകുക. 30ാമത്തെ ദിവസം തന്നെ പാകമായ ചീരച്ചെടികൾ പറിച്ചെടുക്കുന്നു. ചുവപ്പ് ചീര ഒരു തവണയേ വിള തരൂ. അതിനാൽ ചുവടെ പറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പച്ചച്ചീരയാവട്ടെ 3-4 തവണ വരെ വിളവ് തരും. പാകമായവ നോക്കി മുറിച്ചെടുത്താൽ മതിയാവും. എന്നും വിളവ് ലഭിക്കുവാനായി ദിവസേന 5 സെന്റ് ഭൂമിയിൽ വീതം പുതിയതായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ് ടെന്നിസൻ്റേത്. എല്ലാ ദിവസവും വിളവെടുക്കും. പിന്നെ ഈ മഴക്കാലം, ഇടവം, മിഥുനം, കർക്കിടകം ഈ സമയങ്ങളിൽ വെയിലിനെ ആശ്രയിച്ച് നമ്മൾ കൃഷി ചെയ്യും. ചിലപ്പോഴൊക്കെ കുറച്ച് ലോസ് വരട്ടെന്ന് പറഞ്ഞ് കൃഷി ചെയ്യും. സാധാരണ ഇവിടെ ഇപ്പോൾ പല സ്ഥലത്തും കൃഷിക്കാരുണ്ട്. എൻ്റെ കൃഷി കണ്ടിട്ട് പുതുതായിട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട്. അവരുടെ അടുത്തെങ്ങും ഇപ്പോൾ ഒരു 5 കിലോ ചീര പോലും എടുക്കാനില്ല. അതേസമയം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഡെയിലി ഇന്നും ഒരു 100 കിലോ സാധനം വിറ്റിട്ടുണ്ട്. നാളെയും ഒരു 10-200 കിലോ സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. അതാണ് എൻ്റെ കൃഷിയുടെ രീതി. അതുകൊണ്ട് തന്നെ കിളയും വിത്തുപാകലും വളമിടിയിലുമൊക്കെ ദിവസേനയുണ്ടാകും. ഒപ്പം പറിച്ചെടുക്കുന്ന ചീരയുടെ വിൽപ്പനയും നടത്തണം. ഇക്കാര്യത്തിലൊക്കെ ഭാര്യ ഗ്രേസി ടെന്നിസന് സഹായിയാകുന്നു. ടെന്നിസന്റെ അധ്വാനശീലത്തിൽ നിറഞ്ഞ സംതൃപ്തിയാണ് ഈ വീട്ടമ്മയ്ക്ക്. ഞാൻ രാവിലെ 6 മണിക്കൊക്കെ എണീക്കും. അപ്പോൾ പണിക്കാർ ചീര പറിക്കാനൊക്കെ ആൾക്കാർ വരും. അവരോട് ഞാൻ ആ സമയം മുതൽ പണിക്ക് കൂടെ പോകും നോക്കാനൊക്കെ. ഒരാൾ പറിച്ചു കഴിയുമ്പോൾ പിന്നെ അടുത്തടുത്ത ആൾക്കാർ വരുവേ. അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യണതൊക്കെ ഞാനാണ്. പറിച്ചിട്ടിഞ്ഞ് വരുമ്പോൾ അവരെ കൂടെ തൂക്കാൻ വരണം, കഴിവിനടുത്തൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ പലയിടത്തൊക്കെ താഴ്ത്തിയിടും ചീര. അപ്പോൾ ഒരാൾ വരുമ്പോൾ അതിൻ്റെ പുറകെ ഞാനും വരും. അവർക്ക് തൂക്കി കൊടുത്തിട്ട് പിന്നെ അടുത്ത ആൾ പറിക്കാൻ പോകുമ്പോൾ അവരെ കൂടെ ഞാൻ പിന്നെയും പോകും. അങ്ങനെ കണ്ടില്ലേ, ഇതുമല്ല ഒരുപാട് ആൾക്കാരൊക്കെ വരും. അവരെയൊക്കെ ഞാൻ നോക്കണം. തൂക്കണത് ഞാൻ തൂക്കിയാലേ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാവുള്ളൂ. തൻ്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണക്കാരി ഭാര്യയാണെന്ന് ടെന്നിസൺ പറയുമ്പോൾ അത് ശക്തമായ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ഉത്തമ ഉദാഹരണമാകുന്നു. എൻ്റെ വൈഫാണ് ഈ കൃഷിയുടെയും എൻ്റെ ഇന്നുവരെയുള്ള എല്ലാ ഉയർച്ചയ്ക്കും കാരണക്കാരി. നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം. അമിതമായ ആഗ്രഹമില്ലാത്ത ഒരാളാണ് എൻ്റെ വൈഫ്. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കി കൊണ്ടുവരണം, ആ ഒരു സ്വഭാവമില്ല. ഇല തിന്നുന്ന വിട്ടിലുകളും കീടങ്ങളുമാണ് ചീരയുടെ പ്രധാന ശത്രുക്കൾ. കിട്ടുന്ന അവസരങ്ങളൊന്നും അവ പാഴാക്കാറില്ല. ധനാഗമനത്തിൻ്റെ അടയാളമായി നമ്മൾ വിശ്വസിച്ചു പോരുന്ന പച്ചക്കുതിര പക്ഷേ ടെന്നിസന്റെ ചീരത്തോട്ടത്തിലെ മിത്രമല്ല. ഇല തിന്ന് കേടുവരുത്തുന്നതിൽ ഈ പച്ചക്കുതിര സമർത്ഥനാണ്. ഇലരോഗം വരുത്തുന്ന മറ്റു ചാഴികളും കുറവല്ല. ഇവയെ തുരത്തി ഓടിക്കുന്ന രാസകീടനാശിനികളൊന്നും പ്രയോഗിക്കുവാൻ ടെന്നിസൺ തയ്യാറല്ല. ഈ ഭക്ഷ്യപദാർത്ഥം പവിത്രമായി തന്നെ വേണം തൻ്റെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുവാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം.
അതിനാൽ കീടങ്ങളെ തുരത്തുവാനായി ചില നാടൻ തന്ത്രങ്ങളാണ് അദ്ദേഹം പ്രയോഗിക്കുക. രാവിലെയും വൈകിട്ടും വെള്ളം ശക്തിയോടെ തളിച്ചു കൊടുക്കുക വഴി കീടങ്ങൾ പറന്നുപോകും. എത്ര മഴയായാലും ഈ ജലപ്രയോഗം ടെന്നിസൺ ഒഴിവാക്കുന്നില്ല. മഴ നല്ലോണം പെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ പറയും അവനെന്ത് ഭ്രാന്തനാ, ചീര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ നനച്ചുകൊണ്ടിരിക്കുന്നു. ബസ്സിലൊക്കെ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പോയി. അപ്പോൾ അവർ പറയും ഇവനെന്ത് വട്ടനാണ്, മഴ പെയ്യുന്നു നനയ്ക്കുന്നു ചീരയ്ക്ക് എന്ന് പറയും. പക്ഷേ അപ്പോഴും നനച്ചു കഴിഞ്ഞാൽ കേടുവരില്ല. ഈ ചീരയ്ക്ക് നല്ലോണം നനച്ചതാണ്. 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും. നല്ല മഴയല്ലേ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്. പക്ഷേ ഈ ചീരയ്ക്ക് എല്ലാ ദിവസവും 2 പ്രാവശ്യം നനച്ച്, അപ്പോൾ കേടില്ല. ചെടികൾക്കു മീതെ കട്ടി കുറഞ്ഞ ചൂലോടിക്കുകയാണ് മറ്റൊരു പോംവഴി. കീടങ്ങൾ പറന്നുപോയിക്കൊള്ളും. പുഴുക്കൾ വല്ലവയും ഉണ്ടെങ്കിൽ താഴെ വീണുപോവുകയും ചെയ്യും. 10 വർഷത്തിലധികം പരിചയം ഇത്തരം സ്വയം പരീക്ഷണങ്ങൾക്ക് താങ്ങുതടിയാവുന്നു. വളം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളത്തിൻ്റെ ഒരംശം പോലും ഇലകളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ പാടില്ല. ഇതിലയ്ക്ക് കേടുവരുത്തും. വളം തൂളിപ്പോകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ചൂലുമായി മറ്റൊരാൾ അടിച്ചു കൊടുക്കുകയാണ് അതിനുള്ള പോംവഴി. ടെന്നിസനും ഭാര്യയും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിഷ്കർഷത പുലർത്തുന്നു. 1 സെന്റ് ഭൂമി പോലും വെറുതെ കളയാതെ അവർ ചീര നട്ടുപിടിപ്പിക്കുന്നു. നേരിട്ട് ചീര വിപണിയിലെത്തിക്കുന്ന പതിവില്ല ടെന്നിസന്. ചീരയുടെ മൊത്തക്കച്ചവടക്കാർ ടെന്നിസിൻ്റെ പുരയിടത്തിൽ വന്ന് വിള വാങ്ങിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക. ഇവർക്ക് ദിവസേന ചീര കൊടുക്കേണ്ടി വരും. കച്ചവടക്കാർ പല പല പച്ചക്കറി കമ്പോളങ്ങളിൽ ചീര എത്തിച്ച് വിറ്റഴിച്ചുകൊള്ളും. കച്ചവടക്കാരുടെ മുന്നിൽ വച്ചു തന്നെയാണ് ചീര പറിക്കുന്നതും തൂക്കിക്കെട്ടുകളാക്കുന്നതും. ഇതിനൊക്കെ സഹായിക്കുവാൻ 2 സ്ത്രീ ജോലിക്കാർ സദാ പാടത്തുണ്ടാകും. ചീര പറിച്ചെടുക്കുന്നതും ഭാരം നോക്കാൻ സഹായിക്കുന്നതുമൊക്കെ ഇവർ തന്നെ. നിഷ്കർഷതയും കഠിനാധ്വാനവുമാണ് ടെന്നിസനെ വേറിട്ടൊരു വ്യക്തിയാക്കുന്നത്. എവിടെയും ഉണ്ടാകാം ഇങ്ങനെ ചില ഒറ്റപ്പെട്ടവർ. മറ്റുള്ളവയേക്കാൾ ഏറെ വളർന്നു നിൽക്കുന്ന ഈ ചീരച്ചെടിയെ പോലെ. എന്നെ വളർത്തിയത് ചീരയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയുവാനുള്ള ഈ കർഷകന്റെ ചങ്കൂറ്റം നമ്മുടെ യുവജനങ്ങൾ കാണുക തന്നെ വേണം. എൻ്റെ ഈ ഫീൽഡിൽ എന്നെ കോമ്പീറ്റ് ചെയ്യാൻ ഒരാളും ഇന്നുവരെ വന്നിട്ടില്ല ചീരകൃഷിയിൽ. ഞാൻ തന്നെയാണ് അതിൻ്റെ ശരിക്കും ഈ ടൈസൻ്റെ മാതിരി ഒരു ആളാണ് ഈ ചീരകൃഷിയിൽ ഞാൻ. മുടി മുഴുവൻ നരച്ച ഈ 69കാരനെ നാം മാതൃകയാക്കണം. മറ്റേത് തൊഴിലിൽ നിന്നും ലഭിക്കുന്നതിലും അധികം കാർഷിക വൃത്തിയാൽ ബഹുമാന്യനാണ് ഈ കഠിനാധ്വാനി. സർക്കാർ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തെ. ചീരകൃഷി ഇദ്ദേഹത്തിന് നൽകുന്നത് മാനസിക ആനന്ദവും സാമ്പത്തിക ഭദ്രതയുമാണ്. ഒരു കുടുംബത്തിൻ്റെ നിറപുഞ്ചിരിക്ക് ചീരച്ചെടികൾ പകർന്നു കൊടുക്കുന്ന സുവർണ ചാരുതയ്ക്ക് ഹരിതഭാരതം സാക്ഷിയാകുന്നു. കാറ്റിൽ ചാഞ്ചാടിക്കൊണ്ട് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഈ ചീരച്ചെടികൾ അന്തരീക്ഷത്തിന് പകരുന്ന വർണ്ണപ്പൊലിമ ആരെയും മോഹിപ്പിക്കുന്ന കാഴ്ചയാവുന്നു. നീലമാനത്തിന് കുങ്കുമം ചാർത്താൻ വെമ്പുന്ന ചീരത്തോട്ടങ്ങളോട് യാത്ര പറഞ്ഞ് ഹരിതഭാരതം മടക്കയാത്ര തുടങ്ങി.